കേരള ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒരു പുതിയ യൂട്യൂബറാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ സ്റ്റിച്ചിങ് അറിയാത്ത വീട്ടമ്മമാർക്ക് എങ്ങനെ ബ്ലൗസ് വെട്ടി തയ്ക്കാം എന്നാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ അമർത്തുക. ഞാനിന്ന് 40 ഇഞ്ച് വണ്ണത്തിലുള്ള ഒരു ബ്ലൗസിൻ്റെ അളവാണ് വെട്ടിക്കാണിക്കുന്നത്. ഈ ബ്ലൗസ് ഇത് 40 ഇഞ്ച് വണ്ണത്തിലുള്ള ഒരു ബ്ലൗസാണ്. അതിൻ്റെ അളവാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതനുസരിച്ച് അവരവരുടെ അളവ് മാറ്റി വെട്ടാവുന്നതാണ്. ആദ്യം ഞാൻ വെട്ടുന്നത് കൈയാണ്. കാണിക്കാം. നാലായിട്ട് മടക്കുക. തുണി നൂത്തിട്ടിട്ട് ഇത് നാലായിട്ട് ഒരു ഭാഗം മടക്കുക. ഇത് 1 മീറ്ററിൻ്റെ പീസാണ്. അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. അതിനെ വെട്ടി മാറ്റുക. ഷേപ്പ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത ശേഷം ഈ പീസ് 1 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് വരയ്ക്കുക. ഇത് തയ്യൽ തുമ്പാണ്, മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ്. അതിനുശേഷം നമ്മുടെ കൈ എത്ര ഇഞ്ച് ഇറക്കം വേണോ ആ ഇറക്കം അവരവർക്കുള്ള ഇറക്കം, ഇഷ്ടത്തിനുള്ള ഇറക്കം എടുക്കാം. ഉദാഹരണത്തിന് ഈ ബ്ലൗസിൻ്റെ ഇറക്കം എത്രയെന്ന് നോക്കാം. ഇതിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ്. അപ്പം ഇത് തന്നെയാണ് കൈ ഇങ്ങനെ വെച്ച് സമം പിടിച്ച് നോക്കിയിട്ട്, ഇതിനൊന്നും ഇങ്ങനെ ചെയ്യുന്നതിന് വലിയ അളവ് ഒന്നും നമ്മൾ പ്രൊഫഷണലായിട്ട് നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതിൽ പോയിൻ്റ് അടയാളപ്പെടുത്തുക. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂട്ടുക. ഇവിടെയും തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂട്ടുക. അതിനുശേഷം മാർക്ക് ചെയ്ത് വിടുക. അതിൽ കറക്റ്റ് അളവ് വരച്ചു വിടുക. ഇതിന് വേണ്ട കൈക്കുഴിയുടെ, അതായത് ആം ഹോള് വണ്ണം എത്രയെന്ന് കാണിച്ചു തരാം. എട്ടരയാണ്. ആം ഹോള് 8.5. ഇതിൽ നോക്കണം. 8.5 കറക്റ്റ് ചെയ്ത് വേണം. ഇത് മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനെ കൈ പോർഷൻ ആദ്യം നമുക്ക് വെട്ടിയെടുക്കാം. ഇച്ചിരി തയ്യൽ തുമ്പ് ആദ്യം ആയതുകൊണ്ട് തയ്യൽ തുമ്പെന്ന് ഞാൻ അളവ് നോക്കാതെ കൂട്ടിയെടുക്കുകയാണ്. ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. മാർക്കിൻ്റെ അതേ ലൈനിൽ കൂടെ തന്നെ വേണം വെട്ടിയെടുക്കാൻ. ഇവിടെ പോയിൻ്റ് ചെയ്യും. കൈയുടെ പോർഷൻ ഇതെടുത്തിട്ട് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് എടുത്ത് വെട്ടുക. അത് എന്തിനാന്ന് വെച്ചാൽ കൈക്കുഴിയുടെ ഭാഗം അത് ലൂസ് വരാതിരിക്കാനാണ് ഇതെടുത്ത് വെട്ടുന്നത്. ഇത് ഇവിടെ ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക്. ഈ ഫ്രണ്ട് ബാക്കായി തയ്ക്കല്, എങ്കിൽ ബ്ലൗസ് ശരിയാകത്തില്ല. കൈ ആയിക്കഴിഞ്ഞു. ഈ കൈയുടെ വെട്ടിയ ഭാഗം മാറ്റണം. അടുത്ത ഭാഗം എടുക്കണം. എടുത്തിട്ട് നിവർത്തി
ഇട്ടതിന് ശേഷം നമ്മുടെ അളവ് ബ്ലൗസ് എടുക്കണം. അളവ് ബ്ലൗസ് എടുത്തിട്ട് ആദ്യം ഐയുടെ പട്ട വിട്ട് വേണം വണ്ണം എടുക്കാൻ. ഇത് വിട്ടതിന് ശേഷം ഇവിടെ മുതൽ വണ്ണം പിടിക്കുക. ആം ഹോളിൻ്റെ അവിടം വെച്ച് തന്നെയാണ് വണ്ണം പിടിക്കേണ്ടത്. താഴോട്ട് വെച്ച് എടുക്കരുത്, എങ്കിൽ അളവ് തെറ്റും. 40 ഇഞ്ചുണ്ട്. 40 ഇഞ്ചിൻ്റെ 4 ഭാഗം 10 ഇഞ്ച്. ആ 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അതിൽ പോയിൻ്റ് ചെയ്തിട്ട് വരച്ച് വിടുക. ബ്ലൗസിൻ്റെ ഇറക്കം പിടിക്കുക. അത് ബാക്ക് ഭാഗമാണ് കറക്റ്റ് പിടിക്കാൻ. ഷോൾഡർ മുതൽ ഹിപ്പിൻ്റെ അവിടം വരെ പിടിക്കുക. അതായത് ഷോൾഡർ മുതൽ ഹിപ്പിൻ്റെ അവിടം വരെ ഇറക്കം 15. അത് വെട്ടുമ്പോൾ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടണം. അങ്ങനെ 16 ഇഞ്ച് എടുക്കണം. അത് മനസ്സിലായല്ലോ? അതിൽ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് കഴുത്തകലം 2 മുതൽ 3 ഇഞ്ച് വരെ കഴുത്തകലം എടുക്കാം. ഇത് റെഗുലറായിട്ടുള്ള ഒരളവാണ്, പ്രൊഫഷണലായിട്ടല്ല. ഇത് അറിയാത്തവർ അവർക്ക് ടച്ച് പഠിക്കാനുള്ള ഒരളവാണ്. അത് കറക്റ്റായിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കഴുത്തകലം ഞാൻ 40 ഇഞ്ച് ആയത് കാരണം 2.5 ഇഞ്ച് അകലം എടുക്കുകയാണ്. 2 മുതൽ 34, 36 ബ്ലൗസിനാണെങ്കിൽ 2 ഇഞ്ച് മതി. ഇത് 40-നായതുകൊണ്ട് 2.5 മുതൽ 3 വരെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് അകലം എടുക്കുന്നു. ഷോൾഡർ, ഇതിൻ്റെ ഷോൾഡർ പിടിച്ചു നോക്കുക. 2.75 ഉണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 3.25 ഇഞ്ച് എടുക്കണം. 3.25 എന്നുള്ള അറിഞ്ഞൂടാത്തവർക്ക് 3.5 എടുക്കാം. ഇവിടെ ഞാൻ 3.25 ഇടുന്നത്. ഷോൾഡർ മുതൽ ആം ഹോൾ വരെയാണ് കൈക്കുഴിയുടെ വണ്ണം എടുക്കുന്നത്. അതായത് ഷോൾഡറിൽ നിന്നും ടേപ്പ് ആം ഹോൾ വരെ പോയിൻ്റ് ചെയ്യുക. അപ്പോൾ അത് 5.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഇവിടെ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം വരച്ചു വിടുക. ഷോൾഡർ മുതൽ ആം ഹോൾ വരെ വരച്ചു വിടുക. വരയ്ക്കുക. കഴുത്തിൻ്റെ ഇറക്കം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ്. കാരണം ഇതിപ്പോൾ ഞാനിവിടെ എടുക്കുന്ന 8 ഇഞ്ചാണ്. 9-ഓ 10-ഓ അവരവരുടെ ഇറക്കം അനുസരിച്ച് എടുക്കാം. ഇത് 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ മുതൽ ബാക്ക് ഇറക്കം 8 ഇഞ്ച് എടുക്കുകയാണ്. 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതും വരച്ച് വിടുക. ഷോൾഡർ മുതൽ ബാക്ക് ഇറക്കം വരെ വരയ്ക്കുക. എന്നിട്ട് കർവ് ചെയ്ത് വിടുക. ആം ഹോളും ഇവിടെ നിന്നും 1.5 ഇഞ്ച് ഇവിടേക്ക് പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഷോൾഡറിൻ്റെ പകുതി വെച്ച് കർവ് ചെയ്ത് അതിനെ റൗണ്ട് ഷേപ്പാക്കി വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഇത് അളന്ന് നോക്കണം. ഈ ബ്ലൗസിൻ്റെ ആം ഹോള് 8.5 ആണ്.
8.5 ഇതിൻ്റെ അളവ്. ഇത് 8.5 ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. 8.5. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഞാൻ വിടുകയാണ്. അത് നിങ്ങളെ ആദ്യമായി തയ്ക്കുന്നവർക്കാണെങ്കിൽ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് തയ്യൽ തുമ്പ് കുറച്ച് കൂടുതൽ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി. അതും വരച്ചു വിടുക. പിന്നെ വേസ്റ്റ് വണ്ണം കൃത്യമായി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം പിടിച്ച് നോക്കി അയിപ്പട്ട വിട്ടിട്ട് 31.5 ഉണ്ട്. നമുക്ക് 32 ഇഞ്ച് കൂടുതലെടുക്കാം. അവസാനം അടിച്ച് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. 8 ഇഞ്ച്, പിന്നെ ഡോട്ടിന് 1/2 ഇഞ്ച്, അങ്ങനെ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഡോട്ട് ഇവിടെ നിന്നൊരു 4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഡോട്ടിന് വരച്ചു കൊടുക്കുക. ഡോട്ട് അളവൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിനുള്ള ഡോട്ട് വരയ്ക്കാം. ഇത് ഈ 8.5 ഇഞ്ചിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഹിപ്പ് വരെ വരച്ചു വിടുക. അതുപോലെ തന്നെ തയ്യൽ തുമ്പും ഹിപ്പിൻ്റെ അവിടെ കുറച്ച് വിട്ട് വരച്ചു വിടുക. ബാക്ക് പീസെല്ലാം മനസ്സിലായല്ലോ. അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. കർവ് ചെയ്ത് വിടുക. എന്നിട്ട് ഈ പീസിനെ തിരിച്ച് ഇങ്ങനെ എടുക്കുക. തിരിച്ച് ഈ പോർഷൻ, അതായത് ആം ഹോൾ വെട്ടിയത് ആ ആം ഹോളിൻ്റെ സൈഡും ഈ സൈഡ് പീസ് ഫ്രണ്ട് പീസുമായിട്ട് വരണം. അതിനെ തിരിച്ചിങ്ങനെ ഇട്ട ശേഷം ഈ ബാക്ക് പോർഷൻ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഇതിൽ ഇനി അളവ് വലുതായിട്ട് മാറ്റാനൊന്നുമില്ല. ഇതേ കഴുത്തകലം 2.5 ഇഞ്ച്, ഷോൾഡർ ഇതേ അകലം 3.4 ഇഞ്ച്, ആം ഹോള് ഇതുപോലെ വരച്ച് വിടുക. ഫ്രണ്ട് പോർഷൻ ഹിപ്പിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് കുറച്ച് കൂട്ടി വിടുക. അതിനുശേഷം ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ഇറക്കം 16 ഇഞ്ചിൽ 1 ഇഞ്ച് കൂട്ടി ഫ്രണ്ടിനെടുക്കണം. 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. വരച്ച് വിടുക. ഇതിനെ ഇങ്ങനെ വെച്ച് തന്നെ പിന്നെ ഫ്രണ്ട് ഇവിടെ ബ്ലൗസിന് 7 ഇഞ്ചാണ് ഫ്രണ്ട് പീസ്. ഇങ്ങനെ അളന്ന് നോക്കണം. ഇതിൽ 7 ഇഞ്ചാണ്. അവരവരുടെ ഇഷ്ടത്തിന് ഇറക്കം എടുക്കാം. ഫ്രണ്ട് ഇറക്കം 8ഓ 7ഓ 7.5ഓ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിന് ശേഷം ഷോൾഡർ മുതൽ ഫ്രണ്ട് ഇറക്കം വരച്ച് വിടുക. എന്നിട്ട് കർവ് ചെയ്ത് വിടുക.
ഇവിടെ നിന്ന് ഷോൾഡർ 3.25, പഴയ അളവ് തന്നെയാണ് 3.25. ഇതിലേക്ക് കർവ് ചെയ്യുന്നതിന് ഇതിൻ്റെ പീസ് കർവ് ചെയ്തിട്ട് വരച്ച് വിട്ടിട്ട് ഇതിൽ നിന്നും ഫ്രണ്ട് പീസിന് 1/2 ഇഞ്ച് എടുത്ത് വെട്ടേണ്ടതുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഷോൾഡറിൻ്റെ അവിടെ ചുളുക്ക് വരാതിരിക്കാൻ, അതായത് ലൂസ് വരാതിരിക്കാൻ. മനസ്സിലായല്ലേ? പിന്നെ ഡോട്ടിറക്കം നമ്മളുടെ അളവ് ബ്ലൗസിന് വെച്ച് തന്നെ നോക്കണം. ഇവിടെ 10 ഇഞ്ചുണ്ട്, ഇവിടെ 10.5 എടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, 10.5 പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഫുൾ ഡോട്ട് ഇടുന്നത് വരെ ഇറക്കം കണ്ടല്ലോ, 13.5 14 ഷോൾഡർ മുതൽ ഇവിടെ പോയിൻ്റ് ചെയ്യുക. അതിനെ വരച്ച് വിടണം. പിന്നെ വണ്ണം 10 ഇഞ്ച്, ഫ്രണ്ടും അതേപോലെ 10 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി വരയ്ക്കണം. ആം ഹോൾ മുതൽ ഹിപ്പ് വരെ വരച്ചു വിടുക. നമ്മുടെ നെഞ്ചിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നിന്നും ഡോട്ടിൻ്റെ അകലം 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. മനസ്സിലായല്ലോ? നെഞ്ച് നമ്മുടെ ചെസ്റ്റ് ഭാഗം അകലം 4 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. അതിന് വരച്ച് വിടുക. ഡോട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ ഡോട്ടിന്, ഇതാണ് പ്രധാനപ്പെട്ട ഡോട്ട്, ഇതിന് 1.25 മുതൽ 1.25 മീഡിയം ആൾക്കാർക്കാണ് 1.25, ചെസ്റ്റ് കൂടുതലുള്ളവർക്ക് 1.5 വരെ ആവാം. ഇതിന് വരച്ച് വിടണം. ഇങ്ങനെ വരച്ച് വിടണം. ഇതിൻ്റെ നേരെ തന്നെ ആം ഹോളിൻ്റെ ഡോട്ട് വരേണ്ടത്. അതിന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം പിന്നെ വരയ്ക്കാൻ. ഇവിടത്തെ ഡോട്ട് ഇവിടെ നിന്ന് 1 പോയിൻ്റ് താന്ന് വേണം ഇവിടത്തെ ഡോട്ട്. അതിന് കൃത്യ അളവുകളൊന്നുമില്ല, അതനുസരിച്ച് അങ്ങ് വരച്ച് വിട്ടാൽ മതി. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ ഡോട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ താഴെയുള്ള ഡോട്ടും അതുപോലെ തന്നെയാണ്. ഇവിടെ നിന്ന് അല്പം താഴ്ന്ന് തന്നെ നിൽക്കണം. അതും നമ്മുടെ ഇഷ്ടത്തിന് വരച്ച് വിടാം. പിന്നെ ഇനി ഇവിടത്തെ ഇറക്കം, ഇവിടെയാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. വയറ് ഇച്ചിരി തള്ളിയവർക്കാണെങ്കിൽ ഇത് ചുരുണ്ട് കയറുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഒരു ടിപ്സാണ്. ഇവിടത്തെ ഇറക്കം ആദ്യം പിടിക്കണം. ഇത് ഇവിടം വരെ നമ്മളെ പട്ട വയ്ക്കുന്ന വരവുള്ള ഇത് 5 ഇഞ്ച്. അപ്പം നമുക്കിവിടെ 1/2 ഇഞ്ച് ഇവിടത്തെ തയ്യൽ തുമ്പും 1/2 ഇഞ്ച് ഇവിടത്തെ തയ്യൽ തുമ്പും കൂട്ടി 6 ഇഞ്ച് ഇടാം. 6 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇത് ഇങ്ങനെ എടുത്ത് തച്ചാൽ കൃത്യ അളവായിരിക്കും. ആം ഹോൾ മുതൽ പട്ട വരെയുള്ള ഇറക്കം പിടിച്ച് നോക്കുക. 6.5 തയ്യൽ തുമ്പും 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ച്, 7 7.25 ഇടാം. അതിന് പോയിൻ്റ് ചെയ്യുക. വെട്ടാലോ ഇനി സംശയമൊന്നും ഇല്ലല്ലോ. ഇത്
ഇതിൽ എളുപ്പം ഇനിയൊരു അളവില്ല. ഇത് കൃത്യമായ അളവാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ വെട്ടി ഇത് 1/2 ഇഞ്ച് എടുത്ത് വെട്ടിയാൽ ഈ ബ്ലൗസിൻ്റെ ആം ഹോള് തച്ചെടുത്താൽ കൃത്യമായിരിക്കും. ഇതിൽ പിന്നെ ഇവിടെ ലൂസോ അങ്ങനെയൊന്നും വരത്തില്ല. ഇതിൻ്റെ തയ്യൽ തുമ്പെല്ലാം ഞാൻ കൂടുതലാണ് ഇടുന്നത്. അത് പിന്നെ ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ഇത് അളവ് ഞാൻ എടുത്തല്ലോ. ഇനി പട്ടയുടെ പീസ് വെട്ടയാണ്. ഇതിന് ഈ പട്ടയുടെ തന്നെ ഈ നമ്മുടെ വയറിൻ്റെയും ഹിപ്പിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗം കുറച്ച് ലൂസ് കുറയ്ക്കാൻ വേണ്ടി ഇതിനെ ഈ പട്ടയുടെ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഈ താഴത്തെ ഭാഗം അല്പം ചരിച്ചങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഇത് കൃത്യമായിരിക്കും. ഈ ബ്ലൗസ് പിന്നെ ചുരുങ്ങി കയറത്തില്ല. ഇത് നല്ല ഫിറ്റായിട്ട് തന്നെ ഈ ബ്ലൗസ് ഇരിക്കും. എല്ലാവരും ഇത് തച്ച് നോക്കണം. ഇത് ഈ വീഡിയോ ഫുള്ളും കണ്ട് ഇത് തച്ചിട്ട് ഇനി അടുത്ത് തയ്ക്കണ്ട, ഇത് കട്ടിങ്ങാണ്. അടുത്ത വീഡിയോയിൽ തയ്യലിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ച ഒരു വീഡിയോ അടുത്ത് വരുന്നുണ്ട് ഉടനെ. ഇതെല്ലാം റെഡിയായല്ലോ, കട്ടിങ് എല്ലാം കണ്ടല്ലോ. അടുത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതാണ്.